150 കൊടുത്ത ഒരാൾക്ക് കാണാൻ പറ്റും. വീട്ടിലിരുന്ന് എല്ലാവർക്കും കഴിച്ച് കാണാമല്ലോ. ഇറങ്ങി റിലീസായി ഏതാനും ദിവസം മാസം പോകുന്നില്ല ഇപ്പോൾ. പെട്ടെന്ന് ടിവികളിലും മൊബൈലുകളിലും വരുന്നതുകൊണ്ടാണ് തിരക്ക് കുറയുന്നത്. வில்லேஜ் காமெடிக்கு ஏற்ற மாதிரி ஃபேமிலி ஃபைட்டு அந்த ஒரு மாமியார் மருமக சண்டை மாதிரி தான் நிறையா போயிட்டுருக்கும். டைவர்ஸ் பண்ணாலும் கணவன் மனைவிக்குள்ளே இருக்கிறது தான் சின்ன சின்ன சண்டைகள் பேசினா தீந்துடும் அப்படிங்கிறது தான். அதை சொல்லியிருந்தாங்க. நல்ல மூவி பார்க்கலாம், ഫാമിലിയോട് വന്ന് பார்க்கலாம். റിവ്യൂസ് കുറഞ്ഞുകൊണ്ടാവാം നല്ല റിവ്യൂ കയറുമ്പോഴത്തേക്കും മിക്ക ഒരാളും വരാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ കാണാൻ പറ്റിയൊരു മൂവിയാണ്. നമ്മളും കണ്ടപ്പോഴത്തേക്കും അധികം ആളില്ലായിരുന്നു. படம் ரொம்ப காமெடியான ஃபேமிலி மூவி தான், நல்லா தான் இருக்குது. ஃபஸ்ட்லேருந்து பார்த்தோன்னா ஒரு ஸ்டார்டிங்லேயே நல்ல கோவிலில் போய் ஸ்டார்ட் பண்ணுறாங்க. அதுக்கப்புறம் ஃபுல்லாகவே நார்மலாக விஜய் சேதுபதி நார்மலாக எப்போதும் நடிக்கிற மாதிரி தான் நடிச்சிட்டு இருந்தார். அதுக்கப்புறம் 2-3 கேரக்டர் வந்துச்சு, அது எல்லாமே நல்லா தான் இருந்துச்சு. எல்லா கேரக்டர்ஸ்க்கும் நல்ல ஒரு இம்பார்ட்டன்ஸ் கொடுத்துருந்தாங்க. அதுக்கப்புறம் எப்போதும் போல் வில்லேஜ் காமெடிக்கு ஏற்ற மாதிரி ஃபேமிலி ஃபைட்டு அந்த ஒரு மாமியார் மருமக சண்டை மாதிரி தான் நிறையா போயிட்டுருக்கும். அதுக்கப்புறம் எப்போதும் போல் ஒரு நல்ல காமெடி மூவி. கருத்து என்ன, ஹஸ்பண்ட் அண்ட் ஒய்ஃப் எப்படி இருக்கணும்னு தான் சொல்கிறாங்க. வேறு இல்லை, அந்த மாதிரி இல்லை. இது ஜஸ்ட் ஒரு ஃபேமிலி என்டர்டெயின்மெண்ட் காமெடி மூவி தான். ஜஸ்ட் ஒரு 2 ஹஸ்பண்ட் அண்ட் ஒய்ஃபுக்குள்ளே எப்படி இருக்குமோ, அவங்க ஃபேமிலிலாம் சேர்ந்தா எப்படி இருக்குமோ அதெல்லாம் சொல்கிறது அந்த மூவி. நல்லா தான் இருந்துச்சு. ஆக்சுவலி நல்ல மூவி. விஜய் சேதுபதி நல்ல ஆக்டிங், சின்ன ரோலுக்கும் கரெக்டான இம்பார்ட்டன்ஸ் கொடுத்துருந்தாங்க. மெயினானது டைவர்ஸ் இது மெயின் பண்ணி, ஏன்னா டைவர்ஸ் ஒரு எண்டு இல்லை அப்படிங்கிற மாதிரி காமிச்சிருந்தாங்க. டைவர்ஸ் பண்ணாலும் கணவன் மனைவிக்குள்ளே இருக்கிறது தான் சின்ன சண்டைகள் பேசினா தீந்துடும் அப்படிங்கிறது தான். அதை சொல்லியிருந்தாங்க. நல்ல மூவி பார்க்கலாம், ஃபேமிலியோடு வந்து பார்க்கலாம். நல்லா சிரிக்க நிறையா இருக்குது. നല്ല ആക്ടിങ്ങാണ്. അതിപ്പോഴേ റിലീസിലാവുന്ന ഇത്തരം ദിവസങ്ങളൊക്കെ മൊബൈലിലും ടി വിയിലൊക്കെ വരെയല്ലേ, അതുകൊണ്ടാണ് തിരക്കില്ലാത്തത്. തിയേറ്ററിൽ വന്ന് 150 കൊടുത്ത ഒരാൾക്ക് കാണാൻ പറ്റും. വീട്ടിലിരുന്ന് എല്ലാവർക്കും കഴിച്ച് കാണാമല്ലോ. അതൊക്കെ ആലോചിച്ചിട്ടാണ് എല്ലാവരും അങ്ങനെ. വലിയ സ്ക്രീനിൽ കാണുമെന്നുള്ളവർക്ക് അതിൽ തന്നെ വരും. അവരെത്രയായിരുന്നാലും ആ വലിയ സ്ക്രീനിൽ തന്നെ വരും. ഇതിലിപ്പോൾ കാണിച്ചത് കുടുംബജീവിതം അല്ലെന്നും പറയാം, ആണെന്നും പറയാം. അങ്ങനെ അവർ തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുന്നു, വീണ്ടും ഒന്നിണങ്ങുന്നു, വീണ്ടും പിരിയുന്നു. ലാസ്റ്റിൽ എല്ലാവരും ഒരു കുടുംബമായി. അങ്ങനെയില്ല, തമിഴ് പടം ആയതുകൊണ്ടല്ല. അധികം ഓടാത്തത് ഇതാണ് കാരണം. ഇറങ്ങി റിലീസായി ഏതാനും ദിവസം മാസം പോകുന്നില്ല ഇപ്പോൾ. പെട്ടെന്ന് ടിവികളിലും മൊബൈലുകളിലും വരുന്നതുകൊണ്ടാണ് തിരക്ക് കുറയുന്നത്. അത് നൈസ് മൂവിയായിരുന്നു. സേതുപതിയും നിത്യമേനോനും കോംബോ നൈസായിട്ടുണ്ടായിരുന്നു. നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഫാമിലി മൂവിയാണ്. വയലൻസൊക്കെ കുറച്ചുണ്ടെങ്കിലും ഫാമിലി ആയിട്ട് കാണാം. നല്ല കോമഡി കാര്യങ്ങളെല്ലാം ഉള്ളൊരു മൂവിയാണ്. ഏകദേശം റിയൽ ലൈഫിൽ നടക്കുന്ന പോലത്തെ ഒരു സ്റ്റോറിയാണ്. ഓക്കെ, കണ്ടിരിക്കാം. മെസ്സേജ് ആയിട്ട് കാണാം നമുക്ക് വേണമെങ്കിൽ. മെസ്സേജിൽ നിന്ന് നല്ല ഭയങ്കരമായിട്ട് പറയാൻ പറ്റത്തില്ല, എന്നാലും അത്യാവശ്യം ഓക്കെയാണ്. അത്യാവശ്യം ചെറുതായിട്ട് ലാഗുണ്ട്. പക്ഷേ നമ്മൾ വലിയ ഹൈപ്പിലൊന്നും പോയി കാണാൻ തരിക. നോർമലായിട്ട് നമ്മൾ മൈൻഡിലൊന്ന് വെക്കേണ്ട വന്ന് കണ്ടാൽ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. മേ ബി റിവ്യൂസ് കുറഞ്ഞുകൊണ്ടാവാം നല്ല റിവ്യൂ കയറുമ്പോഴത്തേക്കും മിക്ക ഒരാളും വരാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ കാണാൻ പറ്റിയൊരു മൂവിയാണ്. നമ്മളും കണ്ടപ്പോഴത്തേക്കും അധികം ആളില്ലായിരുന്നു. സോ ഹൗസ്ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നൊരു മൂവിയാണ്.